ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്നടക്കം. വ്യാപാര ബന്ധം ശക്തമാകുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തുമെന്നാണ് വിലയിരുത്തൽ. മ്യാൻമാർ താൽക്കാലിക പ്രസിഡന്റുമായും മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നാളെയാകും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുക. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ ഓരോ കൂടിക്കാഴ്ചയും എത്രത്തോളം നിർണായകവുമാണ്? സുരേഷ്, തീർച്ചയായും ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനു പുറമെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന, ലോകം തന്നെ നിരീക്ഷിക്കുന്ന ഒരു വിഷയമാണ് ഷി ജിൻപിങ്ങും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ഈ രണ്ട് നേതാക്കളും 2 തവണ കൂടിക്കാഴ്ച നടത്തും, ഇന്നും നാളെയുമായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ 2 കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാലും ഇന്ന് കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നതിനുള്ള സാധ്യതകളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഭാരതവുമായി സഹകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ, വലിയ തോതിൽ സഹകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ നിലപാടുകൾ തന്നെ ചൈന ഈ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അമേരിക്കയുടെ അധിക താരിഫ് ചുമത്തിയ 2 രാജ്യങ്ങൾ എന്ന നിലയിൽ, അതായത് 30% അധിക താരിഫ് ചുമത്തിയ രാജ്യമായ ചൈനയും അതുപോലെ തന്നെ 50% താരിഫ് ചുമത്തിയ ഭാരതവും തമ്മിലുള്ള ഒരു സഹകരണം ലോക നേതാക്കൾ നിരീക്ഷിക്കുന്നതിന് പുറമെ അമേരിക്കയുടെ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴും ഏറെ നിർണായകമാണ്. ആ ഒരു നിർണായക ഘട്ടമാണ് ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ന് നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത് മ്യാൻമാർ താൽക്കാലിക പ്രസിഡന്റ് ഓങ് ഹ്ലെയിങ്ങുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും പ്രധാനമന്ത്രി ഊന്നുന്ന വിഷയം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഡിസംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. അതിനുശേഷം മാത്രമാണ് പൂർണ്ണമായ നയതന്ത്ര ബന്ധം മ്യാൻമാറുമായി തുടരുക എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. നേരത്തെ തായ്ലൻഡിൽ നടന്ന ബിംസ്റ്റെക് സമ്മേളന വേദിയിലും ഇദ്ദേഹവും ഓങ് ഫ്ലാങ്ങുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചയുടെ ഒരു തുടർച്ചയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന ഭാരതത്തിന്റെ നൈതികമായ ഒരു ആവശ്യവുമായിരിക്കും അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഊന്നൽ നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വോളോഡിമിർ സെലൻസ്കിയുമായാണ്. വോളോഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്തുമെന്ന വാഗ്ദാനം വോളോഡിമിർ സെലൻസ്കിക്ക് ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. ടെലിഫോണിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും ഇക്കാര്യം ഔദ്യോഗികമായി തങ്ങളുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതും ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇന്നലെ നടന്നു കഴിഞ്ഞു എന്നതാണ് ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നാളെയാണ് ലോകം ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന റഷ്യൻ പ്രസിഡന്റ് വോളോഡിമിർ പുടിനുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഭാരതത്തിന് ഇത്തരത്തിൽ 25% അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇക്കാര്യത്തിൽ റഷ്യയും ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും സഹകരിക്കുന്ന ഒരു മാസ് ക്ലസ്റ്റർ അല്ലെങ്കിൽ മാസ് ട്രേഡ് ക്ലസ്റ്ററിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന കൃത്യമായ ലക്ഷ്യം തന്നെയാണ് ഈ 3 നേതാക്കൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കളുമായുള്ള ചർച്ച, അതായത് ഇന്ന് നടക്കാനിരിക്കുന്ന ഷി ജിൻപിങ്ങുമായുള്ള ചർച്ച, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ നാളെ നടക്കാനിരിക്കുന്ന വോളോഡിമിർ പുടിനുമായുള്ള ചർച്ച, ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ലോക പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ് ഈ ചർച്ചകളും എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് പ്രധാനമന്ത്രിയുടെ നിലവിലെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.